നമാമീശമിശാനനിർവാണരൂപം വിഭും വ്യാപകം ബ്രഹ്മവേദസ്വരൂപം നിജം നിർഗുണം നിർവികൽപം നിരീഹം ചിദാകാശമാകാശവാസം ഭജേഹം. ശിവന്റെ ഓരോ നാമവും ഒരു കഥ മാത്രമല്ല, ഒരു തത്വമാണ്. ഒരു വിശേഷണം മാത്രമല്ല, ഒരു ജീവിത പാഠമാണ്. ശിവനാമങ്ങളുടെ രഹസ്യം എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം പശുപതി എന്ന നാമത്തിൻ്റെ രഹസ്യം. പശുപതി എന്ന നാമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ശിവന്റെ ഓരോ നാമത്തിനും പിന്നിൽ ഒരു തത്വമുണ്ട്. ചില നാമങ്ങൾ അദ്ദേഹത്തിൻ്റെ രൂപത്തെ സൂചിപ്പിക്കുന്നു, ചിലത് അദ്ദേഹത്തിൻ്റെ ശക്തിയെ. എന്നാൽ ചില നാമങ്ങൾ മുഴുവൻ ശൈവദർശനത്തെയും ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കുന്നു. അത്തരത്തിലുള്ള ഏറ്റവും ആഴമേറിയ നാമങ്ങളിലൊന്നാണ് പശുപതി. സാധാരണയായി നമ്മൾ കേൾക്കുന്നത് പശുപതി എന്നാൽ മൃഗങ്ങളുടെ ദൈവം എന്നാണ്. പക്ഷേ അത് ഈ നാമത്തിൻ്റെ ഏറ്റവും ചെറിയ അർത്ഥം മാത്രമാണ്. വേദങ്ങളും ഉപനിഷത്തുകളും ഈ നാമത്തിന് നൽകുന്ന അർത്ഥം അതിനേക്കാൾ വിശാലമാണ്. പശുപതി എന്നത് 2 സംസ്കൃത പദങ്ങളുടെ സംയോജനമാണ്. പശു, പതി. പതി എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്: രക്ഷകൻ, നാഥൻ, അധിപൻ, സ്വാമി. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: പശു എന്നാൽ എന്താണ്? ഇന്ന് നമ്മൾ പശു എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് പശു, കാള, ആന, മാൻ തുടങ്ങിയ മൃഗങ്ങളെയാണ്. എന്നാൽ സംസ്കൃതത്തിലെ പശു എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ ഒതുങ്ങുന്നില്ല. പശു എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം സംസ്കൃത ധാതുവായ പശ് എന്നതിന് കാണുക അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുക എന്ന അർത്ഥ വ്യാഖ്യാനങ്ങളും വിവിധ ദർശനങ്ങളിൽ കാണാം. ശൈവ സിദ്ധാന്തത്തിലും പാശുപത ദർശനത്തിലും പശു എന്നത് ബന്ധനത്തിലായിരിക്കുന്ന ജീവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്വന്തം യഥാർത്ഥ രൂപം, സ്വരൂപം അറിയാതെ മായയിലും കർമ്മത്തിലും അവിദ്യയിലും അഹങ്കാരത്തിലും ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാ ജീവാത്മാവും പശു തന്നെയാണ്. ഇവിടെ മനുഷ്യനും പശുവാണ്, ദേവന്മാരും പശുവാണ്, മൃഗങ്ങളും പക്ഷികളും പശുവാണ്. കാരണം എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾക്ക് വിധേയരാണ്. ശൈവ സിദ്ധാന്തത്തിലെ പശു പാശ പതി തത്വം പാശുപത സൂത്രത്തിലെ ആശയങ്ങളും പിന്നീട് വികസിച്ച ശൈവ പരമ്പരയിലുമാണ് ഉറവിടം. അപ്പോൾ ശിവൻ എന്തുകൊണ്ട് പശുപതിയായി? ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉടമസ്ഥൻ എന്ന അർത്ഥം മാത്രം കൊണ്ടല്ല, ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവികളുടെയും രക്ഷകനായതുകൊണ്ടും വഴികാട്ടിയായതുകൊണ്ടും മോക്ഷത്തിലേക്ക് നയിക്കുന്ന പരമേശ്വരനായതുകൊണ്ടുമാണ് ശിവൻ പശുപതി എന്ന് അറിയപ്പെടുന്നത്. അതായത് ശിവൻ മൃഗങ്ങളുടെ മാത്രം ദൈവമല്ല, ജീവന്റെ ദൈവമാണ്, ഓരോ ആത്മാവിൻ്റെയും നാഥനാണ്. ഉപനിഷത്ത് എന്താണ് പറയുന്നത്? ഈ ആശയം പിന്നീടുണ്ടായതല്ല, ഇത് വേദാന്തത്തിൻ്റെ ആഴങ്ങളിൽ തന്നെ കാണാം. ഉപനിഷത്തിൽ രുദ്രനെ എല്ലാ ജീവജാലങ്ങളുടെയും അധിപനായി വിശേഷിപ്പിക്കുന്നു. ഇവിടെ പറയുന്ന പ്രധാന ആശയം ഇതാണ്: ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവൻ്റെയും അന്തർയാമിയും അധിപനും ഒരേയൊരു പരമേശ്വരനാണ്. ശൈവ പരമ്പരയിൽ ആ പരമേശ്വരനെയാണ് പശുപതി എന്ന് വിളിക്കുന്നത്. ഉറവിടം ശ്വേതാശ്വതര ഉപനിഷത്ത്, പ്രത്യേകിച്ച് രുദ്രൻ്റെ പരമാധികാരം വിവരിക്കുന്ന അധ്യായങ്ങൾ. ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ മാറുന്നു. പശുപതി എന്ന നാമം കേൾക്കുമ്പോൾ മൃഗങ്ങളുടെ ദൈവം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഈ നാമത്തിൻ്റെ 90% അർത്ഥവും നഷ്ടമാകും. കാരണം ശൈവദർശനത്തിൽ മൃഗങ്ങൾ മാത്രമല്ല, മനുഷ്യനും ഒരു പശു തന്നെയാണ്. കാരണം അവനും അറിവില്ലായ്മയുടെയും ആസക്തിയുടെ അഹങ്കാരത്തിൻ്റെ കർമ്മത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
ആ ചങ്ങല പൊട്ടിച്ച് സ്വാതന്ത്ര്യം നൽകുന്നവനാണ് പശുപതി. ശ്രീരുദ്രം പശുപതിയുടെ ആദ്യ സൂചന. യജുർവേദത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗങ്ങളിൽ ഒന്നാണ് ശ്രീരുദ്രം. ഇത് നമകം എന്നും അറിയപ്പെടുന്നു. ഇതിൽ രുദ്രനെ മലകളുടെ അധിപനായും വനങ്ങളുടെ അധിപനായും ഔഷധികളുടെ അധിപനായും വേട്ടക്കാരുടെ അധിപനായും കന്നുകാലികളുടെ രക്ഷകനായും എല്ലാ ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന പരമശക്തിയായും സ്തുതിക്കുന്നു. അതിനാൽ തന്നെ പിന്നീട് ശൈവ പരമ്പരയിൽ ഈ രുദ്രനെ പശുപതി എന്ന് വിളിക്കാൻ തുടങ്ങി. ഉറവിടം കൃഷ്ണ യജുർവേദം, തൈത്തിരീയ സംഹിത, ശ്രീരുദ്രം, നമകം. പശു, പാശം, പതി. ശൈവദർശനത്തിൻ്റെ ഹൃദയം. നമ്മൾ ഒരു കയർ കൊണ്ട് ഒരു പശുവിനെ കെട്ടിയിടുന്നത് കണ്ടിട്ടുണ്ടാകും. ആ പശുവിന് നടക്കാൻ കഴിയും, ഭക്ഷണം കഴിക്കാം. പക്ഷേ ആ കയർ എത്രത്തോളം അനുവദിക്കുന്നുവോ അത്രത്തോളം മാത്രമേ അതിന് സഞ്ചരിക്കാൻ കഴിയൂ. കയർ അഴിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കൂ. ശൈവദർശനം പറയുന്നു, മനുഷ്യൻ്റെ അവസ്ഥയും ഇതുപോലെയാണ്. പുറത്ത് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് തോന്നാം, പക്ഷേ നമ്മുടെ മനസ്സ് പല ബന്ധനങ്ങളിലും കുടുങ്ങിയിരിക്കുകയാണ്. ആ ബന്ധനങ്ങളെയാണ് പാശം എന്ന് വിളിക്കുന്നത്. അതിൽ കുടുങ്ങിയ ജീവനെ പശു എന്നും ആ ബന്ധനം അഴിച്ചുവിടുന്നവനെ പതി എന്നും വിളിക്കുന്നു. ഇത് തന്നെയാണ് പശു, പാശം, പതി എന്ന മഹത്തായ തത്വം. ഒരു രാജാവിന് തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു മാതാപിതാവിന് മക്കളുടെ മേൽ സ്നേഹവും സംരക്ഷണവുമുണ്ട്. അതുപോലെ പശുപതി എന്ന നാമത്തിൽ പതി എന്നത് വെറും ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നില്ല. സംരക്ഷിക്കുന്നവൻ, വഴി കാണിക്കുന്നവൻ, അവസാനം മോക്ഷത്തിലേക്ക് നയിക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതിനാലാണ് ശിവനെ വെറും ഭയങ്കര രൂപമുള്ള സംഹാരമൂർത്തിയായി മാത്രം കാണാതെ കരുണയുടെ പരമരൂപം എന്നും ശൈവ പരമ്പര വിശേഷിപ്പിക്കുന്നത്. ഒരു നാമം, 3 തത്വങ്ങൾ. ഈ 3 വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിഗംഭീരമായ ശിവതത്വം എന്താണ്? പശു ആരാണ്? നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ ജീവനും പശുവാണ്. പാശം എന്താണ്? അദൃശ്യമായ ബന്ധനങ്ങൾ കൊണ്ടാണ് ജീവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ശൈവ സിദ്ധാന്തം പ്രധാനമായും 3 മഹാപാശങ്ങളെ പറയുന്നു. ആണവം, ഞാൻ എന്ന പരിമിത ബോധം. കർമ്മം, നമ്മുടെ പ്രവൃത്തികളുടെ ബലബന്ധം. മായ, യഥാർത്ഥ സത്യത്തെ മറയ്ക്കുന്ന ശക്തി. ഈ 3 ചേർന്നതാണ് ജീവനെ ജനന മരണ ചക്രത്തിൽ പിടിച്ചു നിർത്തുന്നത്. ഇവയാണ് പാശങ്ങൾ. ഒരു ഉപമ പറയാം. ഒരു പക്ഷിയെ സ്വർണ്ണക്കൂട്ടിലടച്ചാൽ ആ കൂട് സ്വർണം കൊണ്ടാണെങ്കിലും പക്ഷി സ്വതന്ത്രമല്ല. അതുപോലെ ഒരു മനുഷ്യന് വലിയ വീടുണ്ടാകാം, സമ്പത്തുണ്ടാകാം, അധികാരമുണ്ടാകാം. പക്ഷേ അഹങ്കാരവും ഭയവും ആസക്തിയും അവനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവൻ അപ്പോഴും ബന്ധിതനാണ്. ശൈവദർശനം അവനെയും പശു എന്നാണ് വിളിക്കുന്നത്. ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളെ കെട്ടിയിടുന്നത് കയറല്ല, പണമായിരിക്കാം, പദവിയായിരിക്കാം, മറ്റുള്ളവരുടെ അംഗീകാരമായിരിക്കാം. കോപം, അസൂയ, ഭയം ഇവയൊക്കെയും ഓരോ പാശങ്ങളാണ്. അതുകൊണ്ട് പശുപതി എന്ന നാമം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെങ്കിലും അതിൻ്റെ സന്ദേശം ഇന്നും അത്ര തന്നെ പ്രസക്തമാണ്. ഈ 3 വാക്കുകൾ മനസ്സിലായാൽ പശുപതി എന്ന നാമത്തിൻ്റെ യഥാർത്ഥ തത്വം നമുക്ക് മനസ്സിലാകും. പതി ആരാണ്? ഇപ്പോൾ 3ാമത്തെ പദത്തിലേക്ക് വരാം. പതി. ഇവിടെയുള്ള പതി വെറും ഉടമ എന്ന അർത്ഥത്തിൽ അല്ല. ശൈവദർശനം പറയുന്നു, ബന്ധിതനായ ജീവനെ മോചിപ്പിക്കുന്നവനാണ് പതി. അതാണ് പരമശിവൻ. അദ്ദേഹം ജീവനെ ബലമായി വലിച്ചിഴക്കില്ല, പകരം അറിവ് നൽകും, കൃപ നൽകും, ഗുരുവിനെ നൽകും, അനുഭവങ്ങളിലൂടെ വളർത്തും. അവസാനം
ആത്മജ്ഞാനത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ശിവനെ പശുപതി എന്ന് വിളിക്കുന്നത്. പശുപതി എന്ന നാമം ശിവന് മാത്രമോ? ഈ ചോദ്യം വളരെ മനോഹരമാണ്. വിഷ്ണുവിനും ബ്രഹ്മാവിനും മറ്റു ദേവന്മാർക്കും വലിയ സ്ഥാനമുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് പശുപതി എന്ന നാമം ശിവന് മാത്രം? ശൈവ പരമ്പരയുടെ ഉത്തരം ഇങ്ങനെയാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു പാലിക്കുന്നു. പക്ഷെ ബന്ധനങ്ങളെ പൂർണ്ണമായി വിച്ഛേദിച്ച് മോക്ഷം നൽകുന്ന പരമശിവനാണ് പതി. ഇത് ശൈവ ദർശനത്തിൻ്റെ പ്രത്യേക കാഴ്ചപ്പാടാണ്. വൈഷ്ണവ, ശാക്ത, അദ്വൈത തുടങ്ങിയ മറ്റു ദർശനങ്ങൾക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട്. അതിനാൽ ഇത് ശൈവ പരമ്പരയുടെ നിലപാടായാണ് നാം മനസ്സിലാക്കേണ്ടത്. പശുപതി തത്വത്തിൽ നിന്ന് ക്ഷേത്ര പരമ്പരയിലേക്ക്. പശുപതി എന്ന നാമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഈ നാമവുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലും ക്ഷേത്ര പരമ്പരകളിലും മനോഹരമായ ചില കഥകൾ പറയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്ര പരമ്പരയാണ്. പശുപതിനാഥ ക്ഷേത്ര പരമ്പരയിലെ മനോഹരമായ കഥ. ക്ഷേത്ര പരമ്പര പറയുന്നതനുസരിച്ച് ഒരു ദിവസം ശിവൻ കൈലാസത്തിലെ ദൈവിക പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പനേരം വിട്ടുനിന്ന് പ്രകൃതിയുടെ നിശബ്ദത ആസ്വദിക്കാൻ ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ഒരു മനോഹരമായ മാനിൻ്റെ രൂപം സ്വീകരിച്ച് ബാഗ്മതി നദിക്കരയിലുള്ള വനത്തിലേക്ക് പോയെന്നാണ് വിശ്വാസം. പാർവതി ദേവിയും ഒരു പൊന്മാനിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ശിവഭഗവാനെ കാണാതായപ്പോൾ ദേവലോകം ആശങ്കയിലായി. ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും മറ്റു ദേവന്മാരും അദ്ദേഹത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം അവർ ആ ദിവ്യമായ മാനിനെ കണ്ടെത്തി. അത് സാധാരണ മാനല്ല, ശിവൻ തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ശിവനെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മാവ് ആ മാനിൻ്റെ കൊമ്പിൽ പിടിച്ചു. എന്നാൽ ശിവൻ ശക്തിയായി മുന്നോട്ട് കുതിച്ചപ്പോൾ ആ കൊമ്പ് ഒടിഞ്ഞു പോയെന്നാണ് ക്ഷേത്ര പരമ്പര പറയുന്നത്. ആ ഒടിഞ്ഞ കൊമ്പുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥ വികസിക്കുന്നത്. ഈ കഥ പ്രധാനമായും നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലപുരാണങ്ങളിലും ക്ഷേത്ര പരമ്പരയിലുമാണ് പറയപ്പെടുന്നത്. ശിവപുരാണം പോലുള്ള പ്രധാന പുരാണങ്ങളിൽ ഈ കഥ ഇതേ രൂപത്തിൽ കാണുന്നില്ല. പഞ്ചമുഖ പശുപതിനാഥൻ. ഇന്നും പശുപതി ക്ഷേത്രത്തിലെ ശിവലിംഗം അതിൻ്റെ പ്രത്യേകത കൊണ്ട് ലോകപ്രശസ്തമാണ്. ഇത് ഒരു പഞ്ചമുഖ ലിംഗമാണ്. ശിവന്റെ 5 ദിവ്യമുഖങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. സദ്യോജാതം, വാമദേവം, തത്പുരുഷം, അഘോരം, ഈശാനം. ശൈവ പരമ്പരയിൽ ഈ 5 മുഖങ്ങൾ ശിവന്റെ വിവിധ ശക്തികളെയും ദിശകളെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം എന്നീ ദൈവീക പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ കഥ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? ഈ കഥയെ വെറും ഒരു അത്ഭുതകഥയായി മാത്രം കാണേണ്ടതില്ല. ശിവൻ മൃഗരൂപം സ്വീകരിച്ചതിലൂടെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. സൃഷ്ടിയിലെ ഒരു ജീവിയെയും ശിവൻ താഴ്ന്നതായി കാണുന്നില്ല. ഓരോ ജീവിയിലും അതേ ദിവ്യ ചൈതന്യം തന്നെയുണ്ട്. അതിൻ്റെ നാഥനാണ് പശുപതി. ശിവൻ മൃഗങ്ങളുടെ മാത്രം നാഥനല്ല, അഹങ്കാരവും മായയും കർമ്മവും എന്ന പാശങ്ങളിൽ കുടുങ്ങി ഓരോ ജീവന്റെയും നാഥനാണ്. മഹാഭാരതത്തിലെ പശുപതി. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ അർജുനൻ കഠിനമായ തപസ് ചെയ്യുന്നു. അപ്പോൾ ശിവൻ കിരാതൻ്റെ വേട്ടക്കാരൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പരീക്ഷണത്തിന് ശേഷം തൻ്റെ യഥാർത്ഥ ദിവ്യരൂപം വെളിപ്പെടുത്തുന്നു. അർജുനൻ ശിവനെ സ്തുതിക്കുകയും പാശുപതാസ്ത്രം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശിവൻ അർജുനന് ദിവ്യമായ പാശുപതാസ്ത്രം അനുഗ്രഹിക്കുന്നു. പാശുപതാസ്ത്രം എന്ന പേര് ലഭിച്ചത് അത് പശുപതിയായ ശിവന്റെ അസ്ത്രമായതുകൊണ്ടാണ്. അത് പശുപതിയുടെ അസ്ത്രമാണ്. പുരാണങ്ങൾ പറയുന്നത് ദേവന്മാർക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത ദിവ്യ ആയുധമായിരുന്നു അത്. അർജുനന്റെ ഭക്തിയിലും തപസ്സിലും പ്രസാദിച്ച ശിവനാണ് അത് നൽകിയത്. പശുപതി എന്ന നാമം അസ്ത്രത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഉറവിടം: മഹാഭാരതം, വനപർവം.
പുറത്തെ ചങ്ങലകൾ പൊട്ടിക്കാൻ ശക്തി മതി, ഉള്ളിലെ പാശങ്ങൾ പൊട്ടിക്കാൻ ശിവകൃപ വേണം. ആ ബന്ധനം അഴിക്കുന്നവനാണ് പശുപതി. ആ ചങ്ങലകൾ ഭേദിച്ച് മോക്ഷത്തിലേക്ക് നയിക്കുന്നവനാണ് പശുപതി.